ഗൂഡല്ലൂരിന് സമീപമുള്ള നാടുകാണി, ജീൻപൂൾ, മരപ്പാലം, ചീനക്കൊല്ലി, പൂവേലി, പെരിയശോല, നീഡിൽ റോക്ക് തുടങ്ങിയ മലനിരകളിലാണ് നീലക്കുറിഞ്ഞിയുടെ നീലവസന്തം. പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന സ്ട്രോബിലന്തസ് കുന്തിയാന എന്ന ശാസ്ത്രീയ നാമമുള്ള നീലക്കുറിഞ്ഞിയാണിത്. പൂക്കൾ ദിവസങ്ങളോളം വാടാതെ നിൽക്കും. 1 മാസത്തോളം ഇവിടങ്ങളിൽ നീലക്കുറിഞ്ഞി പൂത്തു നിൽക്കും. എന്നാൽ നിരോധിത മേഖല ഉൾപ്പെടുന്ന കാടുകളിലേക്കുള്ള സഞ്ചാരികളുടെ പ്രവേശനത്തിനും പൂക്കൾ പറിക്കുന്നതിനും വനവകുപ്പിന്റെ വിലക്കുണ്ട്. തുടക്കത്തിൽ അങ്ങിങ്ങായി ചെറിയ തോതിൽ കണ്ട പൂക്കൾ തുടർച്ചയായ മഴയോടെ വ്യാപിച്ചു. സംരക്ഷിത സസ്യങ്ങളുടെ പട്ടികയിൽ കേന്ദ്ര സർക്കാർ നീലക്കുറിഞ്ഞിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്ത് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഇവ ഏകദേശം 450 ഇനങ്ങളുണ്ട്. ഇവയിൽ 40% ഇന്ത്യയിലാണുള്ളത്. പശ്ചിമഘട്ടത്തിൽ മാത്രം 64 തരം കുറിഞ്ഞികൾ ഉണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1200 മീറ്റർ ഉയരത്തിലാണ് ഇവ വളരുന്നത്. നീലഗിരിയിലും കൊടൈക്കനാലിലും മൂന്നാറിലുമാണ് ലോകത്ത് നീലക്കുറിഞ്ഞികളുടെ വൻ ശേഖരങ്ങൾ ഉണ്ടാവാറുള്ളത്. 40ഓളം ഇനം കുറിഞ്ഞികളുണ്ടെങ്കിലും ഏറ്റവും ആകർഷകമായി നിരനിരയായി ഉണ്ടാകുന്ന 1500 മീറ്ററിലേറെ ഉയരമുള്ള സ്ഥലങ്ങളിലാണ് നീലക്കുറിഞ്ഞി പൊതുവെ പൂക്കുക. ഈ വർഷം നീലഗിരി മേഖലയിലെ പല സ്ഥലങ്ങളിലും നീലക്കുറിഞ്ഞി വ്യാപകമായി പൂത്തിട്ടുണ്ട്. ലോക പൈതൃക പദവിയിലേക്ക് പശ്ചിമഘട്ടത്തെ ഉയർത്തുന്നതിൽ കുറിഞ്ഞികളുടെ പങ്ക് വലുതാണ്. മീഡിയ 1 മലപ്പുറം.